സർക്കാർ ജീവനക്കാർ പ്രതിവർഷ സ്വത്ത് വിവരം സമർപ്പിക്കാൻ മാർഗനിർദ്ദേശം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. സ്വത്ത് വിവര പട്ടിക സ്പാർക്ക് മുഖേന ഓൺലൈനായി സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. വിവരങ്ങൾ സമർപ്പിക്കാത്ത ജീവനക്കാരെ സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവയ്ക്ക് പരിഗണിക്കില്ല. AV ജയശങ്കർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ, സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവര പട്ടിക സ്പാർക്ക് മുഖേന ഓൺലൈനായി സമർപ്പിക്കാനാണ് സർക്കാരിന്റെ പുതിയ സർക്കുലർ വ്യക്തമാക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 15-നകം തന്നെ ഇത് സമർപ്പിക്കണമെന്ന സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ നിർദ്ദേശപ്രകാരം വിവരങ്ങൾ നൽകാത്ത ഉദ്യോഗസ്ഥരെ സ്ഥാനക്കയറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോ പരിഗണിക്കില്ലെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പതിവായി ഇറങ്ങുന്ന ഉത്തരവാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചുകൂടി കർശനമാക്കാനും കുറച്ച് വ്യക്തമായ പരിശോധനയിലേക്ക് നീങ്ങാനുമാണ് സർക്കാരിന്റെ തീരുമാനം. കാരണം ഈ സർക്കാർ ജീവനക്കാർ തന്നെ അനധികൃതമായി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൈപ്പറ്റിയ ഒരു സാഹചര്യത്തിൽ ഈ സ്പാർക്കിൽ വരുന്ന വിവരങ്ങൾ കൂടി പരിശോധിച്ച് കൂടുതൽ ജീവനക്കാരുടെ ഇത്തരം സാമ്പത്തിക പശ്ചാത്തലം ഉൾപ്പെടെ കർശനമായി പരിശോധിക്കുന്ന ലക്ഷ്യം ഇത്തവണ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ പതിവ് സർക്കുലർ ആണെങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു പുതിയ സർക്കുലറിന് അതിന്റേതായ ഒരു പ്രാധാന്യമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൈപ്പറ്റുന്ന കാര്യങ്ങൾ ഈ സ്പാർക്ക് ഉപയോഗിച്ച്, ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അവലോകനം നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.